ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് CPIയുടെ തീരുമാനം. ശബരിമലയിലെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ സംഗമത്തിന്റെ പരിഗണനാ വിഷയമല്ലെന്നാണ് നേതൃത്വത്തിന് വിലയിരുത്തൽ. ഇത് ശരിയുമാണ്. ആചാരമാറ്റാനൊന്നുമല്ലല്ലോ, അവിടുത്തെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. ശബരിമലയെ ആഗോള പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാക്കുക മാത്രമാണ് സംഗമത്തിന്റെ ലക്ഷ്യം. പ്രതിപക്ഷവും BJPയും രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് CPIയുടെ നിലപാട്. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, UDFിൽ ഭിന്നതയുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ. മുസ്ലിം ലീഗ് പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യാൻ പോയാൽ പിന്നെ നമ്മളതിനെ എതിർക്കുന്നത് എന്ത് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചത്. LDFിൽ അക്കാര്യത്തിൽ ഭിന്നതയൊന്നുമില്ല. CPI പൂർണ്ണ പിന്തുണയാണ് ഈ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് നൽകുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ റഹീസ് റഷീദ്? അരുൺ, പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിൽ CPIM-നും സർക്കാരിനും CPIയുടെ സംസ്ഥാന നേതൃത്വം നൽകുന്നുണ്ട്. അതിൽ അവർ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഇത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ കൂടിയാലോചിച്ച് അല്ലെ ഇടതുമുന്നണിയിൽ കൂടിയാലോചിച്ച് നടത്തിയ പരിപാടിയൊന്നുമല്ല എന്നതാണ് CPI നേതൃത്വം പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഈ പരിപാടി ഇടുന്നു. പിന്നീട് ഇത് വിവാദമായി പോയതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ താല്പര്യം CPM-നോ സർക്കാരിനോ ഉണ്ട് എന്ന് കരുതേണ്ടതില്ല. എന്ന് മാത്രമല്ല, ശബരിമലയിലെ ആചാരങ്ങളോ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ആഗോള അയ്യപ്പ സംഗമം വിളിച്ചിരിക്കുന്നത്. ഇതൊരു ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗമമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPIയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് അജികുമാറുമായി CPIയുടെ സംസ്ഥാന നേതൃത്വം വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് അവരുടെ ഒരു തീരുമാനം എടുത്തത്. എന്ന് മാത്രമല്ല, BJPയും പ്രതിപക്ഷവും രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന നിലപാട് CPI എടുക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇത് വിവാദമാകാൻ സാധ്യതയില്ലേ? കാരണം അടഞ്ഞ ഒരു അധ്യായം വീണ്ടും സർക്കാർ തന്നെ തുറക്കുന്നത് നെഗറ്റീവ് അല്ലേ എന്ന ചർച്ചകൾ പാർട്ടിക്കകത്ത് ചില നേതാക്കൾ ഉന്നയിച്ചെങ്കിൽ പോലും ഇത് പോസിറ്റീവ് ആകും സർക്കാരിന് ഇപ്പോഴുള്ള വിവാദങ്ങൾ എന്ന വിലയിരുത്തലാണ് CPIയുടെ സംസ്ഥാന നേതൃത്വം ഉള്ളത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്.